നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ ധാരണയായി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ നിർദ്ദേശപ്രകാരം സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യമൻ കോടതിയുടെ ഉത്തരവ് ഇന്ത്യൻ ഗവൺമെന്റിന് അയച്ചു നൽകിയിട്ടുണ്ടെന്ന് കാന്തപുരം പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ഈ വിഷയം സംബന്ധിച്ച് കത്തയച്ചു. മനുഷ്യത്വത്തിന്റെ പേരിലാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെട്ടത്. ഇനിയും ഇടപെടലുകൾ ഉണ്ടാകുമെന്നും കാന്തപുരം പറഞ്ഞു. ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ. അവിടെ ജാതിയോ മതമോ വേർതിരിച്ചല്ല, മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇത്. അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവർ അംഗീകരിക്കുന്നതും ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിൽ കാന്തപുരത്തോട് നന്ദി പറഞ്ഞ ഭർത്താവ് ടോമി. ഇടപെട്ട എല്ലാവരോടും കടപ്പാടുണ്ടെന്ന് ടോമി ന്യൂസ് മലയാളത്തോട്. സന്തോഷകരമായ തീരുമാനമെന്ന് നിമിഷപ്രിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും പ്രതികരിച്ചു. ഇതിനകത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു നല്ലൊരു വാർത്ത കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഒരു മനസ്സമാധാനം അത് നമ്മൾ ആഗ്രഹിക്കുന്നു. നമുക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഹാർഡ് വർക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്നും അവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ശ്രമിക്കുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞ ആൾ മാത്രമൊന്നല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കും എന്തെങ്കിലുമൊക്കെ ഗുണം ദൈവം തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം തന്നെയല്ല, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ച തീരുമാനത്തിലേക്ക് നയിച്ച കാന്തപുരത്തിന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യത്വവും സാഹോദര്യവും തുളുമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് തീരുമാനമെന്നും പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചു. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെട്ടതിൽ ഗവർണർക്കും കാന്തപുരത്തിനും നന്ദി പറഞ്ഞ് ചാണ്ടി ഉമ്മൻ. ഇനിയും കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു പൂർണ്ണതയിലെത്തും. നിമിഷപ്രിയ തിരിച്ച് മലയാളത്തിൽ വരും എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം കൂട്ടായ ഒരു പരിശ്രമം, അതിനകത്ത് ആദരണീയനായ ഗവർണറിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർ, അദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്ക്. അതുപോലെ തന്നെ ബിസിനസ്മാൻ സാജൻ ലത്തീഫ്, അദ്ദേഹം ഇതിനകത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇങ്ങനൊരു മോചനത്തിൻ്റെ ഒരു കത്ത് അല്ലെങ്കിൽ ഓർഡർ അവിടുന്ന് കിട്ടുവാൻ, അല്ലെങ്കിൽ താൽക്കാലമെങ്കിലും ഇതൊന്ന് നീട്ടിവെക്കുന്ന ഒരു ഓർഡർ കിട്ടുവാൻ സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യം. അതേസമയം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദിയാദാനം വാങ്ങുന്നതിൽ തീരുമാനമായില്ല. അനൽക സേതുണ്ട് വിവരങ്ങളുമായി. അനൽക, ഏറെ ആശ്വാസകരമായ വാർത്തയാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മതത്തിനല്ല, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് താൻ ഇതിൽ മുന്നിട്ടിറങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നാടിന്റെ ഭംഗി വിളിച്ചോതുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നാനാ തരത്തിലുള്ള ആളുകളുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നു. പക്ഷേ ദിയാദാനം വാങ്ങുന്നതിൽ ഈ കുടുംബം എന്ത് തീരുമാനമെടുക്കും എന്നതിലും ഇപ്പോൾ ചർച്ചയുണ്ട്. ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളുമായിട്ടായിരിക്കും മുന്നോട്ട് പോകുക? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകാവുന്ന ഇടപെടലുകൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. അഖില, നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രതീക്ഷയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ നയതന്ത്ര സംവിധാനങ്ങൾക്ക് പരിമിതിയുള്ള ഘട്ടത്തിലാണ്
നിമിഷപ്രിയ കേസിൽ കാന്തപുരം ഇടപെടൽ നടത്തുന്നത്? യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ ജിനായത്ത് കോടതി നിമിഷക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. അതിന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള അവസാന ദിവസമായിരുന്നു. ആ ഘട്ടത്തിലാണ് കാന്തപുരം യമനിലെ പ്രധാനപ്പെട്ട സൂഫി പണ്ഡിതൻ മുഖേന ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായും അതോടൊപ്പം തന്നെ ഗോത്ര തലവന്മാരുമായും ഭരണാധികാരികളുമായും ഒക്കെ തന്നെ ചർച്ച നടത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യമനിലെ ക്രിമിനൽ കോടതി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മരവിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദിയാദാനം സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു അഭിപ്രായ വ്യത്യാസം ഈ തലാലിന്റെ കുടുംബത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഘട്ടത്തിലൊക്കെ തന്നെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും ഈ ഇടപെടൽ നടത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കൊക്കെ തന്നെ ലഭിക്കുമെന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ചർച്ച ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് തന്നെ ഈ ചർച്ച ഏകദേശം പോസിറ്റീവാണെന്നുള്ള വാർത്തകൾ ഇന്നലെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. കുടുംബത്തിന്റെ ഇടയിൽ നിന്ന് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാർത്ത ഉണ്ടാവുമെന്ന് കാന്തപുരത്തെ അറിയിക്കുകയും ഈ പ്രതിനിധികൾ അറിയിക്കുകയും കാന്തപുരത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ യമനിലായതുകൊണ്ട് തന്നെ ഇടപെടുന്നതിന് നയതന്ത്രപരമായി ഇടപെടുന്നതിനൊക്കെ തന്നെ പരിമിതികളുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പുരോഗതി ഉണ്ടായ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കും എന്നതും ഏറെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ് ഇന്ന് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇന്ന് നടന്ന ചർച്ചയിൽ ഈ തലാലിന്റെ അടുത്ത ബന്ധവും ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസുമായിട്ടുള്ള അമീൻ പങ്കെടുത്തതാണ് ഏറെ വൈത്തിരിവായിട്ടുള്ളത്. അദ്ദേഹം തലാലിന്റെ അടുത്ത ബന്ധുവാണ്. അതോടൊപ്പം തന്നെ സൂഫി വര്യനായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ഷൈഖ് ഉമർ ഹബീബിനും ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കുടുംബവുമായിട്ട് സംസാരിക്കാൻ ഒരു വേദിയാകുകയും ചെയ്തു ഇദ്ദേഹത്തിന്റെ ഇടപെടലോട് കൂടി. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ ഈ ശിക്ഷ നാളെ വധശിക്ഷയ്ക്ക് വിധേയമായിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഏതായാലും കോടതി താൽക്കാലികമായി മരവിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആക്ഷൻ കൗൺസിലും ഇടപെടാൻ കൂടുതൽ സമയം കിട്ടുമെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖില, നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവെച്ചതിൽ ഏറെ നിർണായകമായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ്. ഈ വാർത്ത ഏറ്റവും ആദ്യം നൽകിയത് റിപ്പോർട്ട് ചെയ്തത് അനൽക സേതാണ്. ന്യൂസ് മലയാളമാണ്. അനൽക സേതാണ് വിവരങ്ങൾ നൽകിയത്.